ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പറമ്പിൽ കൂടെ ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ട് ഇങ്ങനെ പറമ്പിലൊക്കെ കിടന്ന് ഇങ്ങനെ പഴകിയ ഈ ചെതലൊക്കെ എടുത്ത പോലെ ഉള്ള കുറച്ച് ചകിരി, ഒരു മടലെന്നൊക്കെ പറയില്ലേ, നമ്മുടെ തേങ്ങ പൊതിച്ച് കിട്ടുന്ന ആ ഒരു തേങ്ങയുടെ പൊതിമടലാണ് കിട്ടിയത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഐഡിയ തോന്നി, അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലുള്ള പൊടിയും അത്യാവശ്യം എക്സ്ട്രാ വേസ്റ്റൊക്കെ കളയാനുള്ളതൊക്കെ ഞാൻ കളഞ്ഞ് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. 3-4 പ്രാവശ്യം തട്ടിക്കളഞ്ഞ് ഈ പൊടിയൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും. ദെൻ ഞാൻ ഇങ്ങനെ അതിൻ്റെ മേലെ ഞാൻ കുറച്ചിങ്ങനെ ഒരു ഇറഗുലറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ഇങ്ങനെ ഗ്രൂവ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഞാനിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? ഈ സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഗ്ലൂ ഗണ്ണൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു വയറെടുത്തിട്ട്, ഒരു ചെമ്പ് കമ്പിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു വയറെടുത്തിട്ട് ജസ്റ്റ് എൻ്റെ കയ്യിലൊരു ചെറിയ സിസർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ട് ഈ ചെമ്പ് കമ്പി വെച്ച് ഞാൻ അതിനെ ലോക്ക് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട്, കാരണം ഇങ്ങനെ പഴകിയ പൊതിമടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഹോൾ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. പെട്ടെന്ന് ഹോളായി കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് വേറൊരു സിസർ വെച്ചിട്ടാണ് ഞാനത് ഹോൾ ചെയ്തത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഞാനിതിനെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക് ചെയ്യുകയാണ്. കാരണം എൻ്റെ ഗ്ലൂ ഗണ്ണൊന്നുമില്ല. ഗ്ലൂ ഗണ്ണ് ഉള്ളവർ അത് വെച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ജസ്റ്റ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. ഞാൻ ഗ്ലൂ ഗണ്ണൊന്നും അങ്ങനെ മേടിച്ചിട്ടില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഒന്ന് ക്ഷമിക്കുക. അതുപോലെ ഞാൻ ഇപ്പം ഇങ്ങനെ താഴെയും മേലെയും ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി എനിക്ക് കിട്ടിയിരിക്കുന്ന ബാക്കി പീസുകളും അത്യാവശ്യം നമുക്ക് കിട്ടുന്ന, ഇപ്പം നിങ്ങൾക്കും പറമ്പിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ അത്യാവശ്യം ദ്രവിച്ച് തുടങ്ങിയിട്ടുള്ള പൊതിമടലുകൾ കിട്ടും. കുഞ്ഞും പൊതിമടൽ, ചെതലൊക്കെ എടുത്ത് പോയിട്ടുള്ള പൊതിമടലുകൾ കിട്ടും. അതിനിങ്ങനെ ഇറഗുലറായിട്ട് ഒരു പോർഷൻ മാത്രം ഇറഗുലറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് അത്യാവശ്യം ജോയിൻ്റായി കിട്ടുന്ന രീതിയിൽ, ഇപ്പോൾ നല്ലൊരു പൊതിമടൽ മുഴുവനായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് ചെയ്യാം. എനിക്കിപ്പോൾ അങ്ങനെയല്ല കിട്ടിയത്. എനിക്കിങ്ങനെ പൊളിച്ച് പീസായിട്ടുള്ള ഒരു രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരുമിച്ചാക്കുകയാണ്. ഇതുപോലെ ഞാനെല്ലാം ഇപ്പോൾ പരസ്പരം ഒരു 4 പീസ് എടുത്തിട്ടാണ് ഞാനിത് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് കണക്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡൊക്കെ ഞാനിങ്ങനെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മൊത്തം കണക്ട് ചെയ്തെടുത്തു. ഇനി എനിക്കതിൽ അത്യാവശ്യം എന്താ പറയുക, ഇച്ചിരി ഒന്ന് സ്മൂത്തായിട്ടുള്ളൊരു സർഫസ് നോക്കിയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ഐഡിയ, എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റിൽ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും. ഞാൻ അപ്പോൾ ഒരു ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് 2 കണ്ണിൻ്റെ പോലെ ഒന്ന് ഗ്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. വെട്ടി കളഞ്ഞിട്ട് പിന്നെ പഴയ പാവയുടെ ഒരു കണ്ണ് എടുത്തിട്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഗ്ലൂ ചെയ്ത് വെക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഒരു മൗത്ത് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പലർക്കും പലതൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ, പല കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഞാനിതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ തട്ടിക്കൂട്ടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായോ? ചിലർക്കൊക്കെ മനസ്സിലായിണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച എന്താ പറയുക, നമ്മുടെ ബേബി ഗ്രൂട്ടിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ താഴെ ഒരു ചിരട്ട വെച്ചിട്ടാണ് ബാക്കി എൻ്റെ ഉണ്ടായിരുന്ന പീസെല്ലാം ഒട്ടിച്ച് വെച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ചുകൂടി നന്നായിട്ടൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് പൊളിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്